നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC കഴിഞ്ഞ ദിവസം നടത്തിയ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയുടെ ആൻസർ കീ ഡിസ്കഷനാണ്. അപ്പോൾ NCA കാറ്റഗറി എക്സാം ആയിരുന്നു. അപ്പോൾ PSC റീസെൻ്റ് ആയിട്ട് ഏത് എക്സാം നടത്തിയാലും നിങ്ങളത് പഠിച്ചിരിക്കണം. കാരണം അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇനി വരുന്ന പരീക്ഷകൾക്ക് റിപ്പീറ്റ് ചെയ്യാം. അതുപോലെ പാറ്റേൺ മാറുന്നതും PSC ഏതൊക്കെ രീതിയിലാണ് റീസെൻ്റ്ലി ചോദിക്കുന്നത്, ഏതൊക്കെ ആൻസേഴ്സ് ആണ് റീസെൻ്റ്ലി ഓരോ ക്വസ്റ്റ്യൻസിന് കൊടുക്കുന്നത്, അതെല്ലാം മനസ്സിലാക്കാൻ റീസെൻ്റ്ലി ഏത് പരീക്ഷ നടന്നോ അതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളെ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും ആൻസർ കീ ഒന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, ചുവടെ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക. ഇവിടെ 4 സൂചനകൾ തന്നിട്ടുണ്ട്. 1898 കൊടുങ്ങല്ലൂരിൽ ജനനം, ഇന്റർനാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം, പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി, അൽ അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററുമായിരുന്നു. അൽ അമീൻ, ആ ലാസ്റ്റ് ക്ലൂ തന്നെ പിടിച്ചു കഴിഞ്ഞാൽ ഉത്തരം സുഖമായിട്ട് കിട്ടും. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന ഡൽഹൌസി വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെയാണ്? അവധിനെയാണ് ഡൽഹൌസി ഇപ്രകാരം വിശേഷിപ്പിച്ചത്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനങ്ങൾ കണ്ടെത്തുക. ബന്ധപ്പെടാത്ത തീരുമാനമാണ് നിസ്സഹകരണ സമരം ആരംഭിക്കുക എന്നുള്ളത്. അത് മാത്രമാണ് തെറ്റ്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. പൂർണ്ണ സ്വരാജ് ആയിരുന്നു കോൺഗ്രസിന്റെ ലക്ഷ്യം. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കണം. 1921 താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിന്റെ ശതാബ്ദി വർഷമാണ്? 1921 ഏത് സംഭവത്തിന്റെ ശതാബ്ദി വർഷമാണ്? വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി. താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഇവിടെ ശരിയായ ജോഡികൾ കുടിയരശ് EV രാമസ്വാമി നായ്ക്കർ, വിവേകവർദ്ധിനി വീരേശലിംഗം, ഗുലാംഗിരി ജ്യോതിറാവു ഫൂലെ. സമ്പാദ് കൗമുദി ആരുടേതാണ്? രാജാറാം മോഹൻ റോയ്. അത് മാത്രമാണ് ഇവിടെ തെറ്റിപ്പോയത്. താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഗണന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. കാലഗണന അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചാൽ ആദ്യം നടന്ന സംഭവം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, രണ്ടാമത് നടന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, മൂന്നാമത് ഫ്രഞ്ച് വിപ്ലവം, നാലാമത് റഷ്യൻ റവല്യൂഷൻ, റഷ്യൻ വിപ്ലവം. സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, വളരെ പ്രസിദ്ധമായ മൂഗ സിൽക്സ് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുഗ പട്ടുകൾ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അസം. GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിന്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? ഏറ്റവും കുറഞ്ഞത് 4 ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്. ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഇബ്, ടെൽ, ഷിയോനാഥ് എന്നിവ മഹാനദിയുടെ പോഷക നദികളാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത് ഏത്? റാബി വിളകൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാർലി, പയറുവർഗം. ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏത്? മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്നത് പശ്ചിമഘട്ടം. തിപായിമുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ്? തിപായിമുഖ് ഡാം ഇന്ത്യ ബംഗ്ലാദേശ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. താഴെ പറയുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ബി. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം രൂപീകരിക്കപ്പെട്ടു. ശരി. കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്കാണ് നബാർഡ്. ശരി. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ. 3 ശരിയാണ്. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഉജ്ജീവനം പദ്ധതിയാണ്. ഉജ്ജീവനം പദ്ധതി. ഗോൾഡൻ റവല്യൂഷൻ, സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടതാണ്? സുവർണ വിപ്ലവം ഹോർട്ടികൾച്ചർ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. അടുത്ത ചോദ്യം, ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ശില്പി എന്നറിയപ്പെടുന്നത് PC മെഹലനോബിസ് ആണ്. ധനബില്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം. ധനബില്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ഭരണഘടന മണി ബില്ല് 110 ശരിക്കും മണി ബില്ല്. 109 ധനബില്ലിനെ സംബന്ധിച്ചുള്ള ആർട്ടിക്കിൾ തന്നെയാണ്. എ മണി ബിൽ ഷോൾ നോട്ട് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് 109. താഴെ കൊടുത്തതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്
മായം ചേർക്കൽ കൺകറന്റ് ലിസ്റ്റ് ആണ്. തൊഴിൽ കൺകറന്റ് ലിസ്റ്റ് ആണ്. ബി ആണ് ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നുള്ളതാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ഏത്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ച്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്തത് പി കെ തുങ്കൻ കമ്മിറ്റി. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് ഇത് മൂന്നും റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ഹൈക്കോടതി, സുപ്രീം കോടതി. ഹേബിയസ് കോർപ്പസ്, കോ വാറന്റോ, സെർഷ്യോററി, ഇത് 3 റിട്ടുകളാണ്. ഇത് 3ഉം പുറപ്പെടുവിക്കാൻ ഹൈക്കോടതിക്ക് അധികാരമുണ്ട്. താഴെ കൊടുത്തതിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും പരിസ്ഥിതി സംരക്ഷണം എന്നിവയാണ്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? 44-ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് എന്നാണ്? ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് 2019 ഓഗസ്റ്റ് 5-നാണ്. 2019 ഓഗസ്റ്റ് 5. കേരളത്തിൽ 14-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. 2022-2027. താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് കുടുംബശ്രീ. കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദം ഏത്? 243I, 243Y. 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിലുണ്ടായ വർധനവ് എത്രയാണ്? 22 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. ഇവിടെ ആദ്യത്തെ പട്ടികയിൽ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, രണ്ടാമത്തെ പട്ടികയിൽ ഗുണഭോക്താക്കൾ. ശരിയായി ജോഡി പൂരിപ്പിക്കുക. പൊരുത്തപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മന്ദഹാസം പദ്ധതി BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാരാണ് ഗുണഭോക്താക്കൾ. സമന്വയ പരിപാടിയുടെ ഗുണഭോക്താക്കൾ ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. അഭയകിരണം നിരാലംബരായ വിധവകളാണ്. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം ഭിന്നശേഷിയുള്ളവർ. എ ആണ് ആൻസർ. അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മെട്രിക്സ് M വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടി അംഗീകരിച്ചത്? ഏത് രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാ? മലേറിയ. താഴെ നൽകിയിരിക്കുന്ന അവകാശവാദവും കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. അവകാശവാദം ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്നറിയപ്പെടുന്നു. കാരണം ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു. അപ്പോൾ കറക്റ്റായിട്ട് വരുന്നത് വാദം ശരിയാണ്, പക്ഷെ കാരണം തെറ്റാണ് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെറിബെറിയെ സംബന്ധിച്ച ശരിയായ ഓപ്ഷൻ ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ബെറിബെറിയെ സംബന്ധിച്ച ശരിയായ ഓപ്ഷൻ തയാമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തുന്നതായി കണ്ടുവരുന്നു. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. അടുത്ത ചോദ്യം, 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP28 നടന്നത് എവിടെ വെച്ച്? COP28 നടന്നത് UAE-ലാണ്. T ലിംഫോസൈറ്റിന്റെ വേർതിരിക്കലിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഗ്രന്ഥി ഏത്? T ലിംഫോസൈറ്റിന്റെ വേർതിരിക്കലിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഗ്രന്ഥി ഏതാണ്? തൈമസ് ഗ്രന്ഥി. ഏത് താപനിലയിൽ സെന്റിഗ്രേഡ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും തുല്യമായിരിക്കും? ഏത് താപനിലയിലാണ് സെന്റിഗ്രേഡ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും തുല്യ വാല്യൂ കാണിക്കുന്നത്? -40 ഡിഗ്രിയിലാണ്. -40 അടുത്ത ചോദ്യം, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റമില്ലാത്തത്? ആവൃത്തിക്കാണ് മാറ്റമില്ലാത്തത്. ചന്ദ്രയാൻ 3യുടെ റോവർ താഴെ പറയുന്നവയിൽ ഏതിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു? എയുടെയും സിയുടെയുമാണ്, അതായത് ഓക്സിജന്റെയും സൾഫറിന്റെയും സാന്നിധ്യം സ്ഥിരീകരിച്ചു. അക്വാറീജിയ ഏതിന്റെ ഒരു മിശ്രിതമാണ്? അക്വാറീജിയ എന്നത് HCl HNO3. വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം Na2CO3 10H2O.
സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത്? അലുമിനിയമാണ്. ദ്രവ്യത്തിന്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ആര്? ജോൺ ഡാൾട്ടൺ. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ്? വാങ്കേരി മതായി. ദ സിറ്റാഡൽ എന്ന നോവലിന്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവലിന്റെ രചയിതാവ്? AJ ക്രോണിൻ. കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമി കളി? അലാമി കളി കണ്ടുവരുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. സൂക്ഷിച്ചു നോക്കൂ, കവിതയല്ലാതെന്തുണ്ട് ഭൂമിയിൽ? എല്ലാറ്റിലും കവിത ദർശിച്ച ഈ മഹാകവി ആരാണ്? P. കുഞ്ഞിരാമൻ നായർ. 2023 പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആര്? എബ്രഹാം വർഗീസ്. അടുത്ത ചോദ്യം, 0.01ന്റെ എത്ര ശതമാനമാണ് 0.001? 10%. 15-3-4-5 = 25. ഇതിൽ ചേർക്കേണ്ട ശരിയായ ചിഹ്നം ഏത്? ഡിവൈഡഡ് ബൈ പ്ലസ് ഇൻറ്റു. ഒരു സ്കൂളിലെ ആകെ കുട്ടികളുടെ 55% പെൺകുട്ടികളും ബാക്കി ആൺകുട്ടികളുമാണ്. പെൺകുട്ടികളിൽ 90% കുട്ടികളും ആൺകുട്ടികളിൽ 80% കുട്ടികളും വാർഷിക പരീക്ഷയിൽ ജയിച്ചു. ആ സ്കൂളിൽ മൊത്തം 1600 കുട്ടികൾ ഉണ്ടെങ്കിൽ തോറ്റ കുട്ടികൾ എത്ര ശതമാനമാണ്? തോറ്റ കുട്ടികൾ 14.5%. 156:182:342. ഉത്തരം D ആണ്, 306. അരുണും കണ്ണനും ഒരു നിശ്ചിത സ്ഥലത്തേക്ക് ബൈക്കുകളിൽ യാത്ര പുറപ്പെടുന്നു. അരുൺ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിലും കണ്ണൻ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിലുമാണ് സഞ്ചരിക്കുന്നത്. അരുൺ കണ്ണനേക്കാൾ 3 മണിക്കൂർ മുൻപ് ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ എത്ര ദൂരമാണ് അവർ സഞ്ചരിച്ചത്? സഞ്ചരിച്ച ദൂരം 360 കിലോമീറ്റർ. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ടീച്ചർ എന്നത് ഈ രീതിയിൽ കോഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ സ്റ്റുഡന്റ് എന്ന വാക്കിന്റെ കോഡ് എന്താണ്? B ആണ് ആൻസർ. VRXBHLW. 3^0.25 into 7^0.75 into 16^0.49 divided by 21^0.25 into 16^0.24. ആൻസർ എന്ത്? A ആണ്, 2. ചോദ്യം, 45 സെന്റിമീറ്റർ വശമുള്ള സമചതുരാകൃതിയിലുള്ള ഒരു ലോഹ തകിടിൽ നിന്നും 9 സെന്റിമീറ്റർ വശമുള്ള എത്ര ചെറിയ സമചതുര തകിടുകൾ ഉണ്ടാക്കാം? ഉത്തരം 25. ഒരു ക്ലോക്കിൽ സമയം 12:20 ആകുമ്പോൾ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര? സൂചികൾ തമ്മിലുള്ള കോണളവ് 110 ഡിഗ്രി. ഒരാൾ വീട്ടിൽ നിന്നും കിഴക്കോട്ട് യാത്ര ആരംഭിച്ചു. പിന്നീട് വലത്തോട്ടും അതിനെ തുടർന്ന് വീണ്ടും വലത്തോട്ടും തിരിഞ്ഞ് യാത്ര തുടർന്നാൽ ഏത് ദിക്കിലേക്കായിരിക്കും അയാൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്? അയാൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് പടിഞ്ഞാറോട്ടാണ്. പടിഞ്ഞാറോട്ട്. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി ഡാഷ്. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി ഷാൽ വി. I went to Dash National Park yesterday. I went to the National Park. ഇതാണ് ആൻസർ. Choose the correct idiom for the word underlined. സിദ്ധാർത്ഥ് ഈസ് എ സ്ട്രെയിറ്റ് ആരോ. സ്ട്രെയിറ്റ് ആരോ എന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? An honest and trustworthy person. If you work hard, you will succeed. Fox pass means. Fox pass എന്നാൽ an embarrassing or tactless act or remark in a social situation. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ബൂർഷ്വാ എന്നുള്ള സ്പെല്ലിംഗ് ആണ് ചോദിച്ചേക്കുന്നത്. B ആണ് ആൻസർ. B, ബൂർഷ്വാ. You dash obey the rules and regulations. You dash obey the rules and regulations you must obey. Neither Sam or Ram dash present. Neither Sam or Ram is present. Rahul said, I live in Chennai. Change into indirect speech. Indirect speechലേക്ക് മാറ്റുമ്പോൾ Rahul said that he lived in Chennai. Synonym for the word preposterous. Preposterousന്റെ synonym എന്ത്? Contrary to reason or common sense. Utterly absurd ആണ്. കുലം, കൂലം ശരിയായ അർദ്ധ ജോഡി ഏത്? കുലം അർത്ഥം, കൂലം അർത്ഥം. അപ്പോൾ അങ്ങനെ ജോഡി വരുന്നത് എങ്ങനെ? കുലത്തിന്റെ അർത്ഥം, കൂലത്തിന്റെ അർത്ഥം. അപ്പോൾ ജോഡി കറക്റ്റ് ആയിട്ട് വരുന്നത് വംശം, തീരം എന്നാണ്. ജാമാതാവ് എന്ന പദത്തിന്റെ അർത്ഥം. ജാമാതാവ് എന്ന പദത്തിന്റെ അർത്ഥം മരുമകൻ. ശരിയായ വാക്യം ഏത്? ശരിയായ വാക്യം ഞാൻ എത്ര താമസിച്ച് കിടന്നാലും കൃത്യമായി ഉണരും എന്നാണ്. NOC, നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. ഇതിന് തത്തുല്യമായി ഉപയോഗിക്കാവുന്ന പദം എന്ത്? തർജ്ജമയാണ് നിരാപേക്ഷ പത്രം. അലംഭാവം എന്ന പദത്തിന്റെ അർത്ഥം. അലംഭാവം എന്ന പദത്തിന്റെ അർത്ഥം മതിയെന്നുള്ള ഭാവമാണ്. ആർദ്രം എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ആർദ്രം എന്ന പദത്തിന്റെ അർത്ഥം നനവുള്ള.
ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ആദേശ സന്ധിക്ക് ഉദാഹരണമല്ലാത്തത് വിണ്ണാർ. ഋഷികളെ സംബന്ധിച്ച ഇതിന്റെ ഒറ്റപ്പദം എന്ത്? ഋഷികളെ സംബന്ധിച്ച ആർഷ. സർക്കുലാർ എന്ന പദത്തിന് പകരം പ്രയോഗിക്കാവുന്ന ഭാഷാപദം ഏതാണ്? സർക്കുലാർ, പരിപത്രം. വൃദ്ധി എന്ന പദത്തിന്റെ വിപരീത പദം എന്ത്? വൃദ്ധി, ക്ഷയമാണ്. വൃദ്ധി, ക്ഷയം. ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ. ഇനി അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് എന്നുള്ള ചോദ്യമാണ് 20 ചോദ്യം. ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ ഏത്? സെൻട്രൽ ജയിലാണ്. കേരള സംസ്ഥാനം രൂപീകരിച്ചതിനു ശേഷം പണി കഴിപ്പിച്ച ആദ്യ സെൻട്രൽ ജയിൽ ഏത്? തവനൂർ. സെൻട്രൽ ജയിൽ ജോയിന്റ് സൂപ്രണ്ടിന് സമാനമായ തസ്തിക ഏതാണ്? വനിതാ ജയിൽ സൂപ്രണ്ടാണ്. നെട്ടുകാൽ തേരി തുറന്ന ജയിൽ രൂപീകരിച്ച വർഷം ഏത്? 1962. കേരള സംസ്ഥാനത്തെ ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള ജയിൽ വകുപ്പിലെ സംസ്ഥാന പബ്ലിക് വിവരാവകാശ ഓഫീസറിന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? PA2 DGP. 2005 വിവരാവകാശ നിയമത്തിന്റെ രണ്ടാം പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത്? രണ്ടാം പട്ടികയിൽ ഉൾപ്പെടാത്തത് വിജിലൻസ് ആണ്. വിവരാവകാശ നിയമപ്രകാരം സാധാരണയായുള്ള വിവരാവകാശ അപേക്ഷയ്ക്ക് മേൽ മറുപടി നൽകുന്നതിനുള്ള പരമാവധി സമയം സാധാരണയായിട്ടുള്ള അപേക്ഷയ്ക്ക് മേലാണ് 30 ദിവസം. വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് ഇവിടെ തന്നിരിക്കുന്നതിൽ വിവരം പരസ്യപ്പെടുത്തേണ്ടെന്ന കോടതി വിധി ഉള്ളവ. മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും വിവരാവകാശ കമ്മീഷണർമാരെയും തെരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തത് ആര്? ഉൾപ്പെടാത്തത് വൈസ് പ്രസിഡന്റ് ആണ്. 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നത് ആര്? 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരമാണ് സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ്. 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് ഏത്? വകുപ്പ് 2(1)(c) ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ഏതാണ്? അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ് 3 വർഷ കാലയളവ് പുനർനിയമന യോഗ്യതയുണ്ട്. മനോവിശ്ലേഷണ സിദ്ധാന്ത സ്ഥാപകൻ ആര്? മനോവിശ്ലേഷണ സിദ്ധാന്ത സ്ഥാപകൻ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡ്. താഴെ പറയുന്നവയിൽ മാനസിക സമ്മർദ്ദത്തിന്റെ അന്തർമുഖമായ ലക്ഷണം എന്ത്? മാനസിക സമ്മർദ്ദത്തിന്റെ അന്തർമുഖമായ ലക്ഷണം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. താഴെ പറയുന്നവയിൽ ഉത്കണ്ഠയുടെ ശാരീരികമായ ലക്ഷണം എന്ത്? ഉത്കണ്ഠയുടെ ശാരീരികമായ ലക്ഷണം വർദ്ധിച്ച ഹൃദയമിടിപ്പാണ്. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഹോവാർഡ് ഗാർഡനർ ആണ്. ഹോവാർഡ് ഗാർഡനർ. മാസ്ലോ ആവിഷ്കരിച്ച ആവശ്യങ്ങളെക്കുറിച്ചുള്ള ശ്രേണി സിദ്ധാന്ത പ്രകാരം ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആവശ്യം എന്താണ്? ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആവശ്യം ആത്മസാക്ഷാത്കാര ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്ക് ചോദിച്ച 100 ചോദ്യങ്ങൾ. അപ്പോൾ ഈ ഒരു ലെവൽ എക്സാമിന് PSC ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഏതൊക്കെ ഏരിയകളാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് എന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്തതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.